അപ്പോൾ ഗൈസ് എല്ലാവരും എന്ത് പറയുന്നു, സുഖമായിട്ടിരിക്കുന്നോ? നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളി പക്കോട കേട്ടോ. സവാള ഉള്ളി ഒരു 3-4 എടുത്ത് ഇതുപോലെ നൈസായിട്ട് അരിയണം. അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും പിന്നെ എരിവിനനുസരിച്ച് മുളക്. ഇവിടെ എരിവ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു മുളക് എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ അരിഞ്ഞ് നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പിടണം. ഉപ്പ് വളരെ ഇതായിട്ട് വേണം ഇടാൻ. ഒത്തിരി കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബജ്ജിക്ക് പക്കോടയ്ക്ക് ഭയങ്കര ഉപ്പായിരിക്കും. അതുകൊണ്ട് അതനുസരിച്ച് എല്ലാവരും ചേർക്കാവുള്ളൂ കേട്ടോ. എന്നിട്ട് ഈ ഉപ്പും കൂടെ സ്വല്പം ചേർത്തിട്ട് നന്നായിട്ട് ഞെരടി ഇളക്കി ഒരു സൈഡിൽ വയ്ക്കാം. അപ്പോഴത്തേക്ക് അതിനകത്തെ ചെറിയ വെള്ളമയമൊക്കെ അതിനകത്ത് ഇറങ്ങും കേട്ടോ, ഉള്ളിയിലുള്ള ആ വെള്ളം. അതിനുശേഷം നമുക്ക് കുറച്ച് 2 കപ്പ് കടലമാവ് കേട്ടോ ഞാനിട്ടേക്കുന്ന 2 കപ്പ് കടലമാവും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ആദ്യം ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കും, പക്ഷേ സാരമില്ല കേട്ടോ. ഉള്ളിയുടെ വെള്ളം കൂടെ ഒക്കെ ചേരുമ്പോൾ ഒട്ടും വെള്ളം എക്സ്ട്രാ ചേർക്കരുത്. ഇത് മാത്രം ഉള്ളിയുടെ ആ വെള്ളം മാത്രമേ ഇതിനകത്ത് പിടിക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ അതിട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നല്ല ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ ഈ മാവ് ഇട്ടിട്ട് നല്ല ഉള്ളി പക്കോട അങ്ങനെ നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ നല്ല ക്രിപ്സി ആയിട്ടുള്ളതാണ്. ചായയുടെ കൂടെയും കാപ്പിയുടെയും ഒക്കെ വൈകുന്നേരങ്ങളിൽ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കഴിച്ച് കാണിക്കാം കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുമേ. ഇനി അടുത്തായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പായസം കേട്ടോ, ചെറുപയർ പരിപ്പ് പായസം. ഇത് ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചിട്ടുള്ള, എന്നാലും ഞാൻ വെറുതെ ഒന്ന് കാണിക്കാം കേട്ടോ. ആദ്യം ഈ പരിപ്പ് നന്നായിട്ടൊന്ന് വറുത്തിട്ട് വേണം കഴുകി കുക്കറിനകത്തിട്ട് 2-3 വിസിലടിച്ച് വേവിച്ച് വെക്കണം. അതിനുശേഷം എൻ്റെ കയ്യിലിരിക്കുന്നത് നമ്മുടെ ശർക്കരയുടെ പൊടി കേട്ടോ. ഞാനപ്പോൾ ഡയറക്റ്റ് അത് ഇടുമായിരുന്നു. അതിൻ്റെ കട്ടയാണെങ്കിൽ അത് നിങ്ങൾ അലിയിച്ചിട്ട് വേണം അത് ഒഴിക്കാൻ. അപ്പോൾ നല്ലോണം ഇളക്കി അതിനകത്ത് ഒന്നുകൂടെ ചേർത്ത് വെച്ച് നല്ലപോലെ കുറുക്കിയെടുക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും പിന്നെ കുറച്ച് തേങ്ങയും കൂടെ വറുത്തിട്ട് അതിനകത്ത് ചേർക്കാം. എന്നിട്ട് തേങ്ങാപ്പാലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ടേസ്റ്റ്. അതാണ് എൻ്റെ തേങ്ങാപ്പാലില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പശുവിൻ്റെ പാലാണ് ഒഴിച്ചത്. അപ്പോൾ അത് ഒഴിച്ച് അതും ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങൾക്ക് പായസവും റെഡിയായപ്പോൾ എല്ലാവരും ഉണ്ടാക്കണം.